ഇന്ന് നമുക്കൊരു വാട്ട് എയ്റ്റിനിടെ കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് നമ്മുടെ ദിവസം അങ്ങ് തുടങ്ങുവാണ്. ഇത് ഞാനുണ്ടല്ലോ ചെറുപ്പിന് പോയപ്പോഴത്തേക്കും വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ചെറുപ്പിന് പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ്. സാമ്പ്രാണി അങ്ങനെ എന്തുവാന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്. അത് കുന്തിരിക്കമാണോ സാമ്പ്രാണിയാണെന്നാണ് തോന്നുന്നത്. ഇത് വാങ്ങിയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് അത് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പുക വരുന്നത്, അത് ഞാനെടുത്ത് കബോർഡിൽ വെച്ച് കേട്ടോ. നല്ല ഒരു പുക. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. കണ്ടോ പുക വരുന്ന നല്ല രസമില്ലേ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഇഡലി കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും എൻ്റെ ഇഷ്ട ഭക്ഷണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി സാമ്പാറും. ഇഡലി ഇതാ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ അത്ര ഗുമ്മില്ലായിരുന്നു കേട്ടോ, കാരണം പരിപ്പ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ എൻ്റെ കുക്കറാണെങ്കിലും കുറച്ച് പ്രശ്നമായിരുന്നു കേട്ടോ, വിസിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ കഷ്ണമൊക്കെ വേകാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ സാമ്പാർ അത്ര ഗുമ്മില്ല, എന്നാലും എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി. ആ ചൂടൊക്കെ അങ്ങ് മാറി ഒന്ന് ആശ്വാസമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറും സാലഡും മീൻകറിയും നമ്മുടെ ബീഫ് കറി. ബീഫ് കറി എന്ന് വെച്ചാലുണ്ടല്ലോ നമ്മുടെ തേങ്ങയും തേങ്ങയില്ല സോറി മുളകും മല്ലിയും പെരുംജീരകവും കൂടി വറുത്തിട്ട് നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനും തക്കും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കുന് നെയ്റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. തക്കു നെയ്റോസ്റ്റും ഞാൻ മസാല ദോശയും കഴിച്ചു. എൻ്റെ മസാല ദോശ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ.